ഓ എന്നാ രസാ മീനെ കാണാനായിട്ട്. പോയി 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 ഇത് ഞാൻ മീനെ കാണിച്ചു തരാം. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ ഒരു സെബിൻ സെറിയേക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നിങ്ങൾ പുറകെ കാണുന്നുണ്ടല്ലോ, നമ്മൾ താമസിക്കുന്ന ഐലൻഡാണ്, അതായത് അഗത്തി ഐലൻഡാണ്. നമ്മളിപ്പോൾ അഗത്തിയിൽ നിന്ന് ഒരു ബോട്ട് ഹയർ ചെയ്തിട്ട് ഇത് കണ്ടോ, ഇതൊരു ഫിഷിംഗ് ബോട്ടാണ്. ഫിഷിങ്ങിനും അതുപോലെ തന്നെ സൈറ്റ് സീയിങ്ങിനും ഉള്ള ബോട്ടാണ്. അത് ഹയർ ചെയ്തിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അന്നക്കൊച്ചിന്റെ ഡ്രസ്സും കടലിന്റെ കളറും ഏകദേശം ഒരുപോലെയാണ്. നമ്മൾ നമ്മുടെ ക്യാപ്റ്റനെ പരിചയപ്പെടുത്തി തരാം. പേരെങ്ങനെയാ? റഫീഖ് എന്നാണ് ആളുടെ പേര്. അപ്പൊ എനിക്കാണെങ്കിലുണ്ടല്ലോ ഈ ബോട്ട് ചെറുതായിട്ട് ഹാൻഡിൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ കയറിക്കോട്ടെ? ചെരുപ്പിടണല്ലോ? ഇല്ല, കുഴപ്പമില്ല, ചെരുപ്പ് വേണ്ട. ഓക്കെ, ഇവിടെ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര രസമാണ്. നമുക്ക് ഫ്രണ്ട് ഫുള്ള് വ്യൂ കിട്ടും. നമ്മളിപ്പോൾ ഉള്ള എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗത്തി ഐലൻഡിന്റെ സൈഡിൽ ലഗൂൺ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. അപ്പോൾ ആ ബീച്ചിന്റെ സൈഡിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കണേ. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ഓടിക്കുവാണ് കേട്ടോ. അപ്പോൾ ചേട്ടാ, നമുക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? അടിപൊളി, നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ തിണ്ണകരിലെത്തും കേട്ടോ. ഇത് ആമ 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 ഇതുണ്ടോ? അത് ആമയത്, അതുണ്ടോ? അത് ആമ, അതുണ്ടോ? അപ്പൊ ഏകദേശം ഉണ്ടല്ലോ 1 മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് ബംഗാരം എന്ന് പറയുന്ന ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ വെള്ളം നോക്കുവാണെങ്കിൽ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആണ് കേട്ടോ. അതുപോലെ വളരെ ഷാലോ വാട്ടർ ആണ്. നമുക്ക് ഇതിനകത്ത് ഫുള്ള് ടേർട്ടിൽസിനെ കാണാൻ പറ്റുന്നുണ്ട്. ഒത്തിരി കടലാമയുണ്ട് ഇതിനകത്ത് നിറച്ച്. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോണേ ആ കാണുന്ന ഐലൻഡ്, അതാണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്ന ഐലൻഡ്. എന്നാ വെള്ളത്തിന്റെ ക്വാളിറ്റി, എന്നാ ക്വാളിറ്റിയാ നോക്കി. അടിപൊളി ക്വാളിറ്റിയിൽ ചേച്ചി വെള്ളം, സൂപ്പർ അല്ലേ? കറക്റ്റ് ആയിട്ടുണ്ടല്ലോ. നമുക്ക് ഈ വെള്ളത്തിന് അടിയിൽ നല്ല വൃത്തിയായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ചേട്ടന്മാർ ഇപ്പോൾ ബോട്ട് വളരെ പയ്യാണ് ഓടിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പാറ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നോക്കി ഓടിച്ചിട്ട് ബോട്ട് തട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങത്തില്ല, നമ്മളിപ്പോൾ ഈ ഒരു ഐലൻഡിനെ പയ്യെ ഇങ്ങനെ വട്ടം വെക്കും. അതിനുശേഷം നമ്മൾ പയ്യെ ഇറങ്ങും കേട്ടോ. ഇവിടെ വേറെ മേളിൽ ഒരാൾ നിൽപ്പുണ്ട്, അമീനിക്ക. അടിപൊളി സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അന്നക്കുട്ടി, എങ്ങനെയുണ്ട് സ്ഥലം? ടർട്ടിൽസിനെ കണ്ടോ? യെസ്. അയ്യോ, എൻ്റെ ചൂണ്ട ഇവിടെ ഇരിക്കുന്നു. ഈ ചൂണ്ട ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ ആരെങ്കിലും കയറി ചവിട്ടി കഴിഞ്ഞാൽ ചൂണ്ടയുടെ കാര്യം ശരിയാവും. നമ്മൾ ചൂണ്ട വളരെ സേഫ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കറിക്കുള്ള തേങ്ങയാണ്, നമുക്ക് മീൻകറി വെക്കുമ്പോഴേക്ക് ഇടാനുള്ള തേങ്ങയാണ് ചേട്ടന്മാർ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള മീൻ ചേട്ടന്മാർ പിടിച്ചിട്ടുണ്ട്. ഇതുവരെ കയറിയിട്ടില്ല. വെറൈറ്റി ആണോ? എന്നെങ്ങനെ? ആണോ? എനിക്ക് ചേട്ടന്മാർ വെറൈറ്റി വേണമെന്ന് പറയുന്നത് ആണോ? അത് മിക്കവാറും മീൻ ചാടുമായിരിക്കും. ഒരു പ്രാവശ്യം വെള്ളത്തിന് വേണ്ടി പൊങ്ങി ചാടിയായിരുന്നു. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്യാഷാണ്. മീൻ പൊങ്ങി ചാടുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓ മൈ ഗോഡ്, സൂപ്പർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഫിഷിങ്ങിന് പ്ലാൻ ഇല്ലായിരുന്നു. നമ്മൾ ശരിക്കും ബംഗാരം ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നേ. അപ്പോൾ നമ്മൾ ചൂണ്ടയൊന്നും വിട്ടില്ല, ചേട്ടന്മാരാണ് ഹാൻഡ് ലൈൻ ഇട്ടത്. ആ മഞ്ഞ കളർ അതിൻ്റെ ഫിൻ കാണുന്നുണ്ട്, സൂപ്പറായിട്ട്. മീൻ ചിലപ്പോൾ ചാടുമായിരിക്കും. അല്ലല്ല, യെല്ലോ ഫിൻ അല്ല. ഓ ഗൈസ്, മീൻ ഈ സൈഡിലുണ്ട് കേട്ടോ. മീനിനെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വെറൈറ്റിയാണ്. ഇറങ്ങി കണ്ടോണം. മീൻ ഇതുവരെ കയറിയിട്ടില്ല. ഇവിടെ കയറ്റുവാണേ. ഉയ്യോ, അമ്മ ഭയങ്കര ഓട്ടമാണേ. നല്ല ഊരുള്ള മീനാണ്. മീൻ പൊങ്ങി കേട്ടോ, മീൻ പൊങ്ങി. അടിപൊളി. ഇതുവരെ മീൻ കയറിയിട്ടില്ല. ജയന്റ് നമുക്ക് എന്നാ കറിക്ക്. ഓ എന്നാ രസം മീനെ കാണാനായിട്ട്. കയറി പോയി. ഇതുവരെ കയറിയിട്ടില്ല. ഇതുവരെ മീൻ കയറിയിട്ടില്ല. മീൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. ഓ ഫൈനലി മീൻ കയറിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ആണല്ലേ? നമ്മൾ മീനെ അങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ. ചേട്ടന്മാരെ മീനെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഞാൻ മീനെ കാണിച്ചു തരാം. മായി എന്ന് പറഞ്ഞൊരു മീനാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ എനിക്ക് മോദ എന്ന് പറഞ്ഞ് കിട്ടുന്ന ഈ മീനാന്ന് തോന്നുന്നു. അടിപൊളിയാണ്. ഇത് സീസണലായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നൊരു മീനാണ് കേട്ടോ.
ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ളൊരു മീനാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് കേട്ടോ. എനിക്ക് വയ്യ എന്നാ. ഓ ലഞ്ചിന് നമ്മൾ ഇതാണ് കഴിക്കുന്നത് കേട്ടോ. സൂപ്പർ. അതിനുശേഷം ഇനി നമ്മൾ ചൂണ്ടയിട്ടില്ല കേട്ടോ. കാര്യം ചേട്ടന്മാർ ഇനി നമുക്ക് നല്ല അടിപൊളി ലക്ഷദ്വീപ് സ്റ്റൈൽ മീൻ വറുത്തതും അതുപോലെ മീൻ കറി ഉണ്ടാക്കി തരാൻ വേണ്ടി പോവാണ്. അതിന് ചേട്ടൻ ആദ്യമേ ഉണ്ടല്ലോ മീനിനെ നല്ല വൃത്തിയായിട്ട് ഫില്ലറ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ. നമ്മുടെ ചേട്ടനാണെങ്കിൽ മീൻ രണ്ടായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് മുള്ളില്ലാത്ത കഷ്ണവും അതുപോലെ തന്നെ നമുക്ക് കറി വെക്കാനായിട്ട് നല്ല മുള്ളുള്ള കഷ്ണവും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മീൻ കറി വെക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. നമുക്ക് വേണ്ട ഒരു തക്കാളി, നാരങ്ങ, സവോള, ഇഞ്ചി, പച്ചമുളക് കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ആദ്യമേ തന്നെ മീൻ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഈ ഒരു മീൻ കറി വെച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മീൻ കറി ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ പിടിച്ച ഉടനെ മീൻ നമ്മൾ കറി വെക്കാൻ വേണ്ടി പോവാണ്. അതിന് ആദ്യമേ നമ്മളൊരു സവോള കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് പച്ചമുളക്, അതിനുശേഷം ഒരു ഫ്രഷ് തക്കാളി എടുത്തിട്ട് അതിനെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മുടെ മീൻകറി വെക്കുന്നതിലേക്ക് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടുത്തെ മീൻകറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഫ്രഷ് ആണ് കേട്ടോ. ആദ്യമേ ഉണ്ടല്ലോ നമ്മൾ സവോള വഴറ്റിയെടുക്കാൻ വേണ്ടി പോവാണ്. അതിന് എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും കേട്ടോ. അതിങ്ങനെ ചൂടായി വരുന്ന ഗ്യാപ്പിൽ നമ്മൾ ലക്ഷദ്വീപിൽ തന്നെ ഉണ്ടായ നല്ല അടിപൊളി ഫ്രഷ് തേങ്ങ പൊട്ടിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് ചിരണ്ടി എടുക്കുവാണ് കേട്ടോ. അതിനുശേഷം ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിനകത്തേക്ക് നമ്മൾ നല്ല മസാല ആഡ് ചെയ്യുവാണ്. നല്ല ഫിഷ് മസാലയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മീനിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഗ്രേവിക്കുള്ള വെള്ളം ഒഴിക്കും. അതിനുശേഷം അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വഴറ്റിയെടുത്തിരിക്കുന്ന മസാലയ്ക്കകത്തേക്ക് ഇതിനെ ഒഴിക്കും കേട്ടോ. അതിനുശേഷം അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അടുപ്പയിൽ വെക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ അതിനെ വീണ്ടും ചൂടാകാനായിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ചേട്ടന്മാരെ പൊട്ടിച്ചെടുത്ത് ചിരണ്ടിയ തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കും. അതിൻ്റെ ഒന്നാം പാല് മാത്രം എടുത്തിട്ട് നമ്മൾ ഈ അടുപ്പിൽ വെച്ചിരിക്കുന്ന മീനിനകത്തേക്ക് ആഡ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറി അങ്ങനെ അടുപ്പയിലിരുന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ മീൻ വറക്കാനുള്ള മസാല ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ, അതിൻ്റെ കൂട്ടത്തിൽ മീനിൻ്റെ വയറ്റിൽ മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മുട്ടയൊക്കെ കൂടെ നമ്മൾ എടുത്തിട്ട് ഈ ഒരു മസാലയ്ക്കകത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. നമ്മൾ ആ ഒരു മീനിൻ്റെ കഷ്ണത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. അപ്പോൾ നിങ്ങൾക്കും ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ ഇതുപോലെ വന്ന് ഫിഷ് ചെയ്യാനായിട്ട് ലക്ഷദ്വീപ് എക്സ്പ്ലോർ ചെയ്യേണ്ട പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മുടെ ബുക്ക് മൈ ട്രിപ്പ് അലീക്കയുടെ നമ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ അലീക്ക കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ മീനയിലേക്ക് മസാലയൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നന്നായിട്ട് മസാലയൊക്കെ മീനിലേക്ക് പിടിക്കും. നമ്മുടെ മീൻ കറി അടിപൊളിയായിട്ട് സെറ്റായി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മീൻ വറക്കാൻ വേണ്ടി പോവാണ്. അതിനൊരു സോസ് പാനിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ മസാല പിടിക്കാനായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ച മീൻ എടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വെക്കും കേട്ടോ. അത് അധികം നേരമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മതി. കാരണം നമ്മളതിനെ ഒരു ഷാലോ ഫ്രൈ ആണ്, ഒരു മീഡിയം ഫ്രൈ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ ആ ഒരു ഐലൻഡിൽ ഇറങ്ങി ഐലൻഡൊക്കെ ഫുൾ എക്സ്പ്ലോർ ചെയ്തു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. എല്ലാവരും വെയിലൊക്കെ കൊണ്ട് നല്ല വിശന്നാണ് ബോട്ടയിലോട്ട് കയറി വരുന്നത്. അപ്പൊ കണ്ടല്ലോ ചേട്ടന്മാര് നമുക്കുള്ള മീൻകറി, മീൻ വറുത്ത്, ഉപ്പുമാവ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. ബൊഫയാണ്. അഞ്ചു തുറന്നേടി. ഇതിനകത്ത് നല്ല അടിപൊളി ഉപ്പുമാവ്, ഇപ്പറ സൈഡില് നല്ല സൂപ്പർ മീൻകറി, അതുപോലെ മീൻ വറുത്തത്. ഒരു കാര്യം ചെയ്യാം, ഒരു പ്ലേറ്റ് സെർവ് ചെയ്താലോ? ആർക്കെങ്കിലും വിശക്കാത്ത ആൾക്കാരുണ്ടോ? ആദ്യം കഴിച്ച അഭിപ്രായം പറയാം. എന്നാ സീരിയസായിട്ട് പറയാം. കഴിച്ചു നോക്കിയോ മീൻ വറുത്ത്? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഇതിന് അന്നക്കൊച്ചി കഴിച്ചു നോക്കിയേ. ഇതേ സൂപ്പറാണോ? എനിക്ക് വയ്യതേ. നമ്മൾ കുറച്ച് ഉപ്പുമാവ് എടുത്തിട്ടുണ്ട്. അതിനൊരു കുറച്ച് മീൻകറി കഴിച്ചേടി, ഒരു ഇച്ചിരി ചാറും, ഒരു ഇച്ചിരി മീൻ ചാറും. കുറച്ച് കഴിച്ചോ. ഓക്കെ, മതി. ആരാദ്യം ടേസ്റ്റ് ചെയ്തേ? അല്ല, ഉപ്പുമാവ് ടേസ്റ്റ് ചെയ്യുന്ന ആരാ? ഗുരാജൻ. കമോൺ ഗുരാജ. ജസ്റ്റ് അതെ. മീൻകറി എനിക്ക് ഇവരുടെ കൊതിപ്പിക്കുവാണ് കേട്ടോ. കഴിച്ചോ. എങ്ങനെയുണ്ട്?
എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഈ മീൻ വറുത്തത് കഴിച്ച് ഇച്ചിരി മീൻ വറുത്ത് അടിപൊളിയാണോ? ഇനിയുണ്ടല്ലോ നമ്മളെല്ലാവരും കൂടെ ഫുഡ് സെർവ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരു സൈഡിൽ നിന്ന് സെർവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പോവാണ് കേട്ടോ. ആദ്യമേ മീൻ വറുത്താണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണേ. 5 കൊടുത്തോളാം കേട്ടോ. അങ്ങനെയുണ്ട് ആണോ? ഇവരെല്ലാവരും എന്നെ ടേസ്റ്റ് ഓൾറെഡി കൊതിപ്പിച്ചിട്ടിരിക്കുവാണ്. അപ്പൊ ഞാനും കുറച്ചെടുക്കുവാണ്. മീൻ വറുത്ത ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. ഇതെടുത്തേ, ഉപ്പാ എടുത്ത് കഴിച്ചു നോക്കി. അടിപൊളിയല്ലേ? അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് ഉണ്ടാക്കി തന്ന ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇക്കയുടെ പേര് മുഹമ്മദ് റഫീഖ്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫുഡായിരുന്നു. എസ്പെഷ്യലി മീൻ വറുത്തതും മീൻ കറിയും. പിന്നെ ആണെങ്കിൽ മീനിന്റെ വയറ്റിൽ മുട്ട ഉണ്ടായിരുന്നു. ആളെ നമുക്ക് അതും വറുത്ത് തന്നു. പിന്നെ വേറൊരു കാര്യം ആളെടുത്ത് പറഞ്ഞു, സാധാരണയാണെങ്കിൽ ആൾ മെയിൻ ആയിട്ടുള്ള ഡിഷൊക്കെ ഉണ്ടാക്കത്തുള്ളൂ, പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഉപ്പാവർ ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടുന്ന് നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ അങ്ങ് മാറി ഒരു സാൻഡ് ബാങ്ക് ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കും. ആ ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കുള്ള കാപ്പിയും വന്നിട്ടുണ്ട്. ഹലോ നമ്മളിനി കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാപ്പിക്ക് തന്നെ അർജുന കഴിക്കാനല്ലേ ഇതേ ചായ എടുത്തുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാര്. ഓക്കെ, അപ്പൊ ചേട്ടന്മാർ അവിടെ പഴംപൊരിയും ചായയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണേ. അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാം. ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ അഞ്ചുരം ചുമന്നോണ്ട് ആ ബീച്ച് കാണിച്ചു കൊടുത്തേ. ഭാര്യമാരെയൊക്കെ അങ്ങനെ കൊണ്ടുപോകും. ഒന്നിട്ടെ ജെറിനെ ഒന്ന് മറിച്ചിട്ടെ. ശരിക്കാ എന്റെ അമീനാണ് ഇപ്പൊ ജലദോഷം വയറിനൊന്ന് ജിഗ്ഗിലാക്കിക്കേ. എനിക്ക് ചിരിപ്പിക്കാൻ മാത്രമല്ല ചിരിക്കാനും അറിയാം. അതല്ല ഇത്